ജ്വാന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കൊച്ചു കവിതയാണ് പറയാൻ പോകുന്നത്. കവിതയുടെ പേര് തെങ്ങ് എന്നാണ്. കാറ്റത്തിളകും മടലുകളും കഴിച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകൾ ഒട്ടനേകം. പാരിനഴകും നിഴലുമേകി പാരമി തെങ്ങു വിളഞ്ഞിടുന്നു. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തന്തലമേൽ തങ്ങി നിന്നിടുന്നു. വേനൽക്കും മഞ്ഞിനും ഭേദിയില്ല, വേറിട്ടൊരൊറ്റ നിലവുമില്ല. അച്ഛനും അമ്മയും ബാല്യകാല അല്പം ചില മിതിനേകി പോലും ആ നന്ദി മൂലം ഇതിവർക്കിപ്പോ ലശിച്ചതൊക്കെയും നൽകിയിടുന്നു. ചൊരു തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിയിടുന്നു. ദൈവമേ, ഞാനും കടശിയിലെ തെങ്ങുകൾക്കൊപ്പമായി തീരണമേ. ഇതാണ് എൻ്റെ കൊച്ചു കവിത. എനിക്ക് ഇപ്പം ഡാൻസ് ചെയ്യാൻ കുറച്ച് വയ്യ ഗൈസ്. ഡാൻസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നല്ലതായിട്ട് നടുവേനിക്കിടും. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു കവിതയിലേക്ക് വന്നത്. എൻ്റെ കുഞ്ഞു കവിത കൊള്ളാമെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബും തരണം. അങ്ങനെ ഇതിൻ്റെ പാട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടം വരെ ആകാം. പക്ഷേ കുറച്ച് കുട്ടിമാർക്ക് റെസിറ്റേഷനൊക്കെ പാടാൻ പറ്റുന്ന ഒരു തരം പാട്ടാണ്. പിന്നെ നല്ല രസമാണ് ഈ ട്യൂണ്. കാറ്റത്തിളകും മടലുകളും. ഇതിപ്പം ഞാൻ ഏത് ടൈപ്പിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് നിന്നാണേലും കാണാതെ അങ്ങ് പാടും. എനിക്ക് കാണാതെ അറിയാം. ഞാൻ പഠിപ്പിക്കാം. ഇപ്പം നിങ്ങളുടെ മുതടുമൊക്കെ എന്നെ കൊണ്ട് വയ്യാത്തോണ്ട് ഇങ്ങോട്ട് നോക്കണേ. കാറ്റത്തിളകും മടലുകളും കഴിച്ചു താഴേക്കും കൊലകളും. ഇങ്ങനെ നല്ല ട്യൂൺ വേണം. ഇപ്പം എങ്ങോട്ട് വേണേലും പാടാൻ പറ്റും. ഇത് റെസിറ്റേഷനോ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇതായിരിക്കും. കൂടുതലും ഒരു ഇതൊക്കെ കിട്ടുമായിരിക്കും. ട്യൂണോട് പാടിയേ കിട്ടും. പിന്നെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പം ദൈവമേ, ഞാനും കടശിയിലെ തെങ്ങുകൾക്കൊപ്പമായി തീരണമേ. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അവിടെ ഫുൾ സ്റ്റോപ്പ്. ഈ കവിത എഴുതിയ ആളെ പറ്റി നിങ്ങൾ ആദ്യമേ അങ്ങ് പറയണം. റെസിറ്റേഷന് പാടുവാണെങ്കിൽ. പിന്നെ ഈ ഇടയ്ക്ക് വരുമ്പം നിങ്ങൾ നിർത്തരുത്. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നത്. നിങ്ങളങ്ങനെ ചെയ്യരുത്. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ടാറ്റാ.